പുരുഷ ട്വന്റി ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ആവേശം നിറഞ്ഞ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിനാണ് ടീം ഇന്ത്യ തോൽപ്പിച്ചത്. കെൻസിംഗ്ടൺ ഓവലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസെടുത്തു. ലോകകപ്പ് ട്വന്റി ഫൈനലിൽ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത്. 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ICC ട്വന്റി ലോകകപ്പ് സ്വന്തമാക്കുന്നത്. 177 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്ക 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസിന് പുറത്തായി. ഹർദിക് പാണ്ഡ്യ 3 വിക്കറ്റും ജസ്പ്രീത് ബുംറയും ഹർഷ്ദീപ് സിംഗും 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. 76 റൺസെടുത്ത വിരാട് കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. 8 കളിയിൽ നിന്ന് 15 വിക്കറ്റ് എടുത്ത പേസ് ബൌളർ ജസ്പ്രീത് ബുംറയെ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായും തെരഞ്ഞെടുത്തു. ലോകകപ്പ് സ്വന്തമാക്കിയ ടീം ഇന്ത്യയെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു. പോരാടി ജയിക്കുമെന്ന ഇന്ത്യൻ ടീമിന്റെ നിശ്ചയദാർഢ്യവും മികവുമാണ് ഫൈനലിലുടനീളം പ്രകടമായതെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു കുറിച്ചു. ഇന്ത്യൻ ടീമിന്റെ ഉജ്ജ്വല വിജയത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും അഭിനന്ദിച്ചു. മത്സരത്തിലുടനീളം ടീം അസാമാന്യ പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് ധൻഖർ പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചരിത്ര വിജയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഈ നേട്ടത്തിൽ രാജ്യം അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.